ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്തൊക്കെ വിശേഷം? എന്താണ് വിശേഷമൊക്കെ പറയൂ. എനിക്ക് സുഖമാണ്. പിന്നെന്താ, ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നു. അപ്പം ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയണ്ടേ? എനിക്ക് കുറച്ചേ ചുണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചുണ്ടയ്ക്ക അറിഞ്ഞൂടാത്തവർ, നമ്മളിവിടെ ഇങ്ങോട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടല്ലേ, നമ്മളെ കൂട്ടുകാർ കാണുമല്ലേ, അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ കാണും. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഇതാണ് ചുണ്ടയ്ക്ക കേട്ടാ. ഞാൻ ഇറുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് നമ്മൾ കറി വെക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ തല്ലുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. തരും. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കവർ എടുക്കണം. കവർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടണം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിലോട്ട് ആകുമ്പോഴത്തേക്ക് നല്ല വണ്ണം ഒന്ന് എന്ത് ചെയ്യാം, ചതയ്ക്കണം അല്ലേ. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇടിയല്ലുണ്ടല്ലോ, നമ്മളെ ഇടിയല്ല് എടുത്തിട്ട് ഇടിയല്ല് വെച്ച് നല്ല വണ്ണം നമ്മളെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇടിക്കണമെങ്കിൽ ഇടിയല്ല് വേണമല്ലോ അല്ലേ. കറണ്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചതച്ചൊക്കെ എടുക്കണ്ടേ. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചുണ്ടയ്ക്ക് നമ്മൾ നല്ലവണ്ണം തല്ലി ചതച്ച് നല്ല വൃത്തിയായി കഴുകി അതിൻ്റെ കറ കളയും. ചിലർ അതിൻ്റെ അരി കളയില്ല. പക്ഷെ ഞാനിത് എൻ്റെ തല്ലി നല്ലവണ്ണം തല്ലി ചതച്ചിട്ട് അതിൻ്റെ അരി കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കണം. അല്ലേ ചെറിയൊരു കശർപ്പുണ്ടാവും. അപ്പം നമുക്കൊന്ന് ചതക്ക് ചെയ്യണം. നമ്മൾ ഈ കവറിലിടുമ്പോഴത്തേക്ക് തെറിച്ച് പോവില്ല കേട്ടോ. ഇത് തെറിച്ച് പോവാതെ നമുക്ക് കിട്ടും അല്ലേ. നല്ലതാണ് കേട്ടോ. ഇത് ഉള്ളിയും ചുണ്ടക്കയും കൂടെ ഇട്ട് നല്ലവണ്ണം തോരൻ വയ്ക്കുക. നല്ല വേവണം കേട്ടോ. എന്നുവെച്ചാൽ നല്ല വേവിച്ചെടുക്കണം. തീയൽ വെക്കാം അല്ലേ, നല്ല വറുത്തരച്ച് തീയൽ വെക്കാനൊക്കെ നല്ല ഒരു ആണ് ചുണ്ടയ്ക്ക അല്ലേ. അപ്പം എനിക്കിന്ന് കുറച്ച് ചുണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചുണ്ടയ്ക്ക നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത് കിട്ടിയത് ഇപ്പം ഞാൻ വിചാരിച്ച് ചക്കക്കുരു ആണ് നല്ലത് കേട്ടോ. ചക്കക്കുരും ചുണ്ടയ്ക്കയും കൂടെ ഇട്ട് തോരൻ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ചക്കക്കുരു ഇല്ല, കിട്ടിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിയിട്ട് തോരൻ വയ്ക്കാം അല്ലേ. നല്ല ചതയ്ക്കണം കേട്ടോ. ഇത് നല്ലവണ്ണം ഇതുപോലെ കവറിലിട്ട് ചതച്ചെടുക്കണതാ. ഇടിയല്ല് വെച്ച് നല്ലവണ്ണം ഒന്ന് ഇടിക്കുമ്പോഴും നല്ല മറ്റേ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചിലവർ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് അരഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ കവറിനകത്തിട്ട് നമ്മൾ അടിച്ചെടുക്കണത്. കാണിച്ചു തരാം. നല്ല വേണ്ടതാ ചതഞ്ഞിട്ടുണ്ട്. നല്ല ചതച്ച് കുറച്ചും കൂടെ ചതയാനുണ്ട്. നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ഇടിച്ച് നോക്കാം അല്ലേ. നല്ലതാണ് കേട്ടോ ചുണ്ടയ്ക്ക. അങ്ങനെ ആരും അങ്ങനെ എടുക്കാറില്ല. പക്ഷെ നല്ലൊരു എന്താ പറയാ, നമുക്ക് വിഷം ചേരാത്ത സാധനമാണല്ലേ. നമുക്ക് പച്ചക്കറിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല പച്ച വിഷം ചേർന്ന, പക്ഷെ ഇതിലൊന്നും ഒന്നുമില്ല കേട്ടോ. ഇത് വിഷം ചേരാത്തതാണ്. ഇതൊക്കെയാണ് നമുക്ക് നമ്മളെ കൊച്ചു കേരളത്തിൽ നമുക്ക് ഇതൊക്കെയാണല്ലേ കിട്ടുന്നത്. എല്ലായിടത്തും കിട്ടില്ല. ഇങ്ങോട്ടൊക്കെ നല്ല വണ്ണതാ നല്ല കറയുണ്ട് കേട്ടോ. ഇത് കഴുകുമ്പോഴത്തേക്ക് ഇത് അരി കണ്ട, ഈ അരി കഴുകി കളയണം, അല്ലെങ്കിൽ കശർപ്പുണ്ടാവും കേട്ടോ. അപ്പം ഇത് എല്ലാവരും എവിടെ ചുണ്ടയ്ക്ക കിട്ടിയാലും നിങ്ങളൊന്ന് വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടാ. ഈ വിളകളിലൊക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ നമ്മളെ പുരയിടത്തിലൊക്കെ ഉണ്ടെങ്കിൽ നടാം കേട്ടോ. നട്ട് നമുക്ക് കൃഷിയായിട്ട് എടുക്കാം. അപ്പം ഈ ചുണ്ടയ്ക്കൊക്കെ ആരും അങ്ങനെ മുന്നിട്ട് ഇറങ്ങാറില്ല. എന്നാലും അപ്പം എല്ലാവരും ഇതുപോലെ
എവിടെ കിട്ടിയാലും ആ എടുക്കണം കേട്ടാ. ഇത് നമുക്ക് നല്ലതാണ്. ചക്കക്കുരു ഈ ചുണ്ടയ്ക്കും കൂടെ തോരൻ വെച്ച് കഴിച്ചാൽ നല്ലതാണ്. അത്